ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നാണ് കേട്ടോ. ആ ഒരു വ്ളോഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്ന് കുറേ പണികളുണ്ട്. ഞങ്ങൾക്കൊക്കെ മൈലാഞ്ചൊക്കെ ഇടാണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ നാളെ പെരുന്നാളാണ്. ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്തേക്കണം കേട്ടോ. അതിന് കാണിച്ചാൽ ഞങ്ങൾ എടുക്കാൻ പോകണമെന്ന് കാണിച്ചാൻ പറ്റിയില്ല കേട്ടോ. അതിന് കാണിച്ചിട്ട് പെരുന്നാളിൻ്റെ അന്ന് കേട്ടോ. പിന്നെ എൻ്റെ അമ്മക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ, അത് എടുത്തു പിന്നെ മാറ്റിയതാണ് കേട്ടോ. അപ്പം അത് ഇന്നെടുക്കാൻ പോവും. പിന്നെ അങ്ങനെ ഇന്നലെ ഞാൻ ഒരു വ്ളോഗ് ഇട്ടിരുന്നു പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് പറഞ്ഞാണ്ട്. അതെല്ലാവരും കണ്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ട്, ഇപ്പോൾ തന്നെ വേഗം പോയി കാണുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് അടുത്ത വീഡിയോന്ന് കമൻറ്റും ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പെരുന്നാളിൻ്റെ തലേന്നായിട്ട് എനിക്ക് എന്താ പറയാനുള്ളത്? ഇതില്ല. പിന്നെ പെരുന്നാൾ പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. ഇപ്പോൾ അങ്ങനെ ഒന്നും പറയലില്ല. എന്നാലും നല്ല രസമാണ്. പെരുന്നാളിൻ്റെ അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നേരത്തെ കുളിച്ചൊക്കെ പോകാൻ നല്ല രസമാണ്. അതൊക്കെ തന്നെ എന്നത്തെ പോലെ എനിക്കും അതൊക്കെ തന്നെ പറയാനുള്ളത്. പെരുന്നാളിൻ്റെ പിന്നെ പെരുന്നാളിൻ്റെ തലേന്ന് കുറേ പരിപാടി ഉണ്ട്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പെരുന്നാളിന് വരുന്നുണ്ട് കേട്ടോ. നിവേദിക. പെരുന്നാളിന് നാളെ വരും നിവേദിക. അപ്പോൾ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ള അവൾ പറഞ്ഞിരുന്നു സ്ഥലമൊക്കെ കാട്ടിത്തരാൻ. അപ്പോൾ അവിടേക്കൊക്കെ പോവും. അവൾക്ക് സ്ഥലം കാട്ടി കൊടുക്കാൻ. അതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ട് ഗൈസ്, പെരുന്നാളിൻ്റെ അന്നാണ് എൻ്റെ ബർത്ത്ഡേ കേട്ടാ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നേനായിരിക്കും ഞങ്ങൾ കേക്ക് മുറിക്കുക. നാളെയാണ് ഗൈസിൻ്റെ ബർത്ത്ഡേ. നാളെയാണ് പെരുന്നാളും നാളെയാണ്. യാദൃശ്ചികമായി സത്യം പറഞ്ഞാൽ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. ജൂൺ 6 ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷെ നാളെ പെരുന്നാൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പെരുന്നാളിനെ ആക്കാൻ. കലണ്ടറിൽ ജൂൺ 6 പെരുന്നാൾ. പക്ഷെ കലണ്ടറിൽ ഇപ്പോൾ ജൂൺ 6 ഒരു ദിവസം കൂടി വൈകിട്ടേക്കാനും പെരുന്നാൾ ഉണ്ടാവുക. നമ്മൾ വിചാരിച്ച ഏതായാലും പെരുന്നാളിൻ്റെ അന്ന് തന്നെ കേക്ക് മുറിക്കാന്ന്. പെരുന്നാളിൻ്റെ ബർത്ത്ഡേ ഗൈസ്, ഇവര് ഇന്നലെ പോയി ഗിഫ്റ്റ് വാങ്ങിന്നൊക്കെ. പക്ഷേ എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി. അതിൻ്റെ ഫസ്റ്റ് അക്ഷരം വേണ്ടിയിട്ട് പറയും. വേണ്ട. ആദ്യമൊക്കെ ഇപ്പം ചോദിച്ചാൽ ആരും അറിയാതൊക്കെ പറഞ്ഞു ഗിഫ്റ്റ് അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ തുറക്കണില്ല. അവരൊക്കെ പറഞ്ഞു ഞാനും പറഞ്ഞു കൊടുക്കുന്നേ. ഗൈസ്, ഇനി മൈലാഞ്ചി ഇടാൻ വേണം. ഒരു ഉച്ച വൈകുന്നേരം ഒരു സമയത്ത് തുടങ്ങുള്ളൂ. ചിലപ്പോൾ രാത്രിയൊക്കെ ഉണ്ട് ഞങ്ങൾ മൈലാഞ്ചി ഇടൽ തുടങ്ങൽ. എന്താടി സിധുവിനോട് കന്നാല് വാങ്ങിയതാ. എന്നാ മഞ്ഞ ലൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞാണ്. അപ്പോൾ മഞ്ഞ വേങ്ങിയും ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ വേങ്ങിയതായിരുന്നു. ഞാൻ കാട്ടിത്തരട്ടെ. ഇജ്ജ് അവിടെ പിടിച്ച് ക്യാമറ പിടിച്ചടാ. ഈ ലേസ് ഓളെടുക്കോ പോയിക്കണേ എന്തൊക്കെ കാട്ടാനായിട്ട്. റെഡി ഞാൻ വരട്ടെ. ഇതൊക്കെ വേങ്ങിയിട്ട് ഇത് കുറച്ച് സ്പൈസിയാണ് കേട്ടോ ഈ ലേസ്.
ടൊമാറ്റോ, ബ്ലൂ, ഗ്രീന്, കുർക്കുറു ഉണ്ട്, ഓറഞ്ച്. ഇത് ഞാൻ എന്തിനൊക്കെ പറഞ്ഞുതരാം. ഇത് പരിക്ക് സിധുവിനാണ്. ആഹാ, ഇതും ഇതൊക്കെ ക്യാമറാമാൻ ഏത് ക്യാമറാന്? രണ്ടാൾ കൂടി പല്ലേക്കാൻ പോയിട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇത് എൻ്റെയും ഒരു ക്യാമറാമാൻ്റെയും കൂടി റൂമാണ് കേട്ടോ. എൻ്റെ താത്താൻ്റെ ഇതാകെ ഇത് നല്ല വൃത്തികേടായി കിടക്കുകയാണ്. എല്ലാം അവിടെ ഇവിടെ പയർന്ന് കാണ്ടേ. ഇത് ഞാനും ഇതുകൊണ്ട് നേരെയാക്കണേ ഗൈസ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന റൂമിലേക്കായിരുന്നു ഞങ്ങൾ നേരാക്കി കഴിഞ്ഞാൽ അടിപൊളി. അത്രക്കും രസമുള്ള റൂമിലേക്കാണ് നിങ്ങൾ അടിപൊളിയാക്കാൻ ഞങ്ങൾ നേരെ കഴിഞ്ഞാൽ കാണാം. ഇവിടെ തന്നെ ഞാൻ വേറൊരു കാര്യം കാട്ടിത്തരാം. വന്ന് പൊട്ടിപ്പിച്ചു. ഇനി നമ്മളെ പണി എന്താ അറിയോ? പല്ലച്ചിര ഈ റൂം നേരാക്കണം. ഓക്കെ ഓക്കെ. ഈ റൂം ഇപ്പം എങ്ങനെയാണ്? ഇത് നമുക്ക് വേറൊരു മായാലോകമാക്കണം. ഈ അയലൊക്കെ അങ്ങ് മാറ്റിയിട്ടൊക്കെ സെറ്റല്ലേ? ഇവിടെ പിന്നെ കുറേ സംഭവങ്ങൾ അസൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതൊക്കെ ഇവിടെ നല്ലപോലെ ഇതൊക്കെ നല്ലപോലെ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഇവിടെ നേരാക്കണ്ടേ? നമുക്ക് കുറച്ചും കൂടി കൂട്ട് സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം ഇപ്പം നിങ്ങൾ ഇവിടുത്തെ നേരക്കുമ്പോഴത്തെ ഒരു ലുക്ക് കണ്ടോളി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരാക്കിത്തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ റൂം നേരാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നേരാക്കിയിട്ടില്ല. അല്ല, കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ നേരാക്കണ്ട്. ബെഡ്ഷീറ്റ് ഫുള്ളും പിന്നെ എൻ്റെ ഈ കുപ്പായങ്ങളൊക്കെ അലങ്കോലായി കിടക്കുക. അതൊന്നും ഇവിടെ ഇവിടൊക്കെ ഞങ്ങൾ സെറ്റാക്കി. ഇവിടെ പിന്നെ ഇതൊക്കെ ഒന്ന് പിൻ ചെയ്തതാ. ഇവിടൊക്കെ പിന്നെ ഇവിടെ ഒരു ഇത് ഒട്ടിച്ചു. പിന്നെ ഇവിടെ ഒരു ചെയർ ഇട്ടു കേട്ടോ. ഇനി നമുക്ക് അവിടെ നേരാക്കണ്ട്, അവിടെ നേരാക്കണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നേരാക്കിയാൽ മതി ഗൈസ്. ഞങ്ങൾ ഉഷാർ കുറച്ചൊക്കെ കുറഞ്ഞു. പിന്നെ നേരാക്കുള്ള ഈ ഒരു ഇതാണ് ഡൈനിങ് ഹാള്. ആ മേശൊക്കെ ഒന്ന് നേരാക്കണം. ഈ ഒരു സംഭവം ആ റൂമിലേന്ന് അത് മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ആക്കിയതാണേ. ഓക്കെ, ഞങ്ങളിപ്പോൾ 8:30 തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ 9:30 ആയപ്പോഴാണ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ചായ കുടിച്ചു കേട്ടോ. പുട്ടും പപ്പടും പിന്നെ പഴവും. നമുക്ക് റൂമത്തെ എൻ്റെ കുപ്പായം നരക്കുമ്പോൾ ഇതാക്കണം. ബെഡ്ഷീറ്റ് എടുക്കല്ലേ എടുക്കുക. ഇതുവരെ എടുക്കാൻ ഇന്ന് ക്യാമറാമാന് രണ്ടാളും ഉറങ്ങിയിരുന്നു. അപ്പോൾ അത് വാതിൽ തുറക്കും, ആ അൽമാർ തുറക്കുമ്പോൾ നല്ല ഒച്ച ഉണ്ടാവും. നല്ലൊരു ക്യാമറമാൻ ഇവിടെയാണ് കിടന്നിരുന്നത്. ഇത് ക്യാമറമാൻ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഉമ്മച്ചറിഞ്ഞ് ഉറങ്ങി നീച്ചിട്ട് എടുക്കുക. അത് നല്ല ഒച്ചയൊക്കെ എടുക്കും. അപ്പം നമുക്ക് പോയെടുത്താലോ? എടുക്കാം. വേറെ പ്രശ്നം എന്താണോ? കറണ്ട് ഇല്ല. അപ്പോൾ ചിലപ്പോൾ ക്ഷമിക്കാം. ഞാൻ ഫ്ലാഷ് ഇട്ടരാം. ഫ്ലാഷ് ഇട്ടു. ലൈറ്റിൽ കറണ്ട് ഇടാ. ഇത് ക്യാമറ പിടിച്ചു തരുമോ? അല്ല, അൽമാറയിലല്ല ഉള്ളത്. ഫാഷൻ മുടിയാ. പിന്നെ അൽമാറയിൽ ഫുള്ള് ഓരോരോ ഡ്രസ്സാണ്.
ഇതിലേത് പഠിച്ചിട്ടാ ബ്ലൂ എടുക്കുക ഇതാ രസമുണ്ടല്ല ഇത് രസമുണ്ട് ഇതെടുക്കാം ഗൈസ് രണ്ടെണ്ണം അടിക്കണം അതിങ്ങനെ നല്ല രസമല്ലേ ഇത് പഠിച്ചിട്ട് ഇത് ഇനി വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചതിൻ്റെ എല്ലാതും ഇനി നമുക്ക് പിന്നെ ആ ടേബിളും ഇത് നേരാക്കണ്ടേ ഇതൊക്കെ പണ്ട് കാലത്തെ ഇതാണ് എന്താ 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 അത് മലന്റെ കൊത്തിയ കാലുമേ ഈ സാധനമാണ് ഓളെ കാലുമ കുത്തിയത് പോവാ ഇനി നമുക്ക് അവിടെ നേരാക്കണ്ട് മറ്റേ ആ ഡ്രസ്സും പിന്നെ വിരിച്ചാണ്ട് ഈ ടേബിളും നേരാക്കണ്ട് അത്രേ ഉള്ളൂ വലിച്ചെറ ഈ ഒരു സാധനം കാണാനല്ലോ ക്ലിയർ ഒക്കെ വാ പോവാ വിരിച്ച ഞങ്ങൾ ഇതൊന്നും ഇവിടെ വിരിച്ചിട്ട് വരാം ഗൈസ് അപ്പം ഗൈസ് ഇതൊക്കെ ഇവിടെ ഒക്കെ ഞങ്ങൾ വിരിച്ചിട്ടാ ബെഡ്ഷീറ്റ് അടിച്ചു തലക്കണ ഞങ്ങൾ പുതിയതെടുത്തു ഇവിടെ ഒരു ബെഞ്ച് പോലത്തെ സെറ്റപ്പ് ആക്കി ഇതൊക്കെ ബെഞ്ച് പോലത്തെ അവിടെ 2 പാക്കുട്ടികൾ ഞങ്ങൾ വെച്ചു ഒരു ബാഗും 2 പാക്കുട്ടികൾ മേശ ഇനിയിപ്പോൾ മേശ നമുക്ക് കുറച്ച് മുന്നോട്ടിച്ചിരുന്നു ലൈറ്റ് കറണ്ട് എന്നാ ഇല്ല കറണ്ട് കേട്ടോ അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് നമുക്ക് ഫാഷ് അടിച്ചാൽ കാര്യത്തിന് ഫാഷ് ആയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ് ഞങ്ങൾ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ റൂമൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ പരിപാടി ഇല്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മൈലാഞ്ചൊക്കെ ഇടാണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഇനി അവിടെയും കൂടി ഒരു ഡൈനിങ് ഹാള് അവിടെ കുറച്ചും കൂടി ഒന്ന് നേരാക്കാണ്ട് ആ മേശ അങ്ങോട്ട് നേരാക്കും അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ നാളെ പെരുന്നാൾ അപ്പോൾ ഗൈസ് ഞങ്ങളൊന്ന് കോട്ടക്കലൊക്കെ പോയിട്ടോ കോട്ടക്കൽ പോയത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു ചിക്കൻ നാളെ ബിരിയാണി ഉണ്ടാക്കാൻ ഉള്ള ചിക്കൻ പിന്നെ മൈലാഞ്ചി ഇന്നലെ നമ്മൾ ഇതൊക്കെ 20 രൂപേൻ്റെ ഈ ഒരു മൈലാഞ്ചി മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ അടുത്ത് ഈ ഒരു മൈലാഞ്ചി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇത് തൗഫീക്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഹെന്ന തൗഫീക്ക് ഓരോതേനെ ആയിരുന്നു പിന്നെ ഇന്ന് പോയപ്പോൾ 2 അലീനും വാങ്ങി നമുക്ക് ഏതായാലും ക്യാമറാമാനോട് മൈലാഞ്ചി തരാൻ പറയാം മൈലാഞ്ചി അപ്പോൾ ഗൈസ് ഞാൻ ഏതാ മൈലാഞ്ചി ഇടണ്ടി എന്ന് ഇൻസ്റ്റാഗ്രാമിൽ തപ്പി നോക്കി അതിന് പിക്ക് ഉണ്ടത് തട്ടാണോ അപ്പോൾ ഗൈസ് ഞാൻ അത് മൈലാഞ്ചി ഇടായിരുന്നിട്ടുണ്ട് ഞാൻ കുറേ നേരം നോക്കി എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടൊരു ഡിസൈന് ഞാൻ കാട്ടിത്തരാം ഈ ഡിസൈനാണ് ഞാൻ കാട്ടി കൊടുത്തത് പൗതിയാക്ക് കുറച്ച് ഇത് നോക്കിയിട്ടു പിന്നെ അവളാറിനെ ഇനി മതി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആരും ഇഷ്ടമുള്ളതാണ്
കുട്ടീനെ നോക്കിയെന്ന് കഴിച്ചു. പിന്നെ ഞാൻ എഴുതാനിട്ടതായിരുന്നു. അപ്പോൾ നമ്മളുടെ പോയിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ രണ്ടിടത്തും പിന്നെ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ടോന്ന് അറിയണ്ടോ? ഇവിടെ 3 ഫില്ല് ചെയ്യാണ്ട്. അതെ രസമുണ്ട് സീൻ. അപ്പൊ ഗൈസ് നമ്മളിത് ഇട്ടതിനിട്ടുണ്ട് കേട്ടാ. മമ്മ അവിടെ മൈലാച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഓലബൾക്കുണ്ട് കേട്ടോ. അത് ഞങ്ങൾ അവിടെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയാണ്, അധികം പൊട്ടില്ല. ഒന്ന് വേണം അത്. പിന്നെ ഗ്രീൻ കളർ പൂത്തിരി, പിന്നെ റെഡ് ബ്ലൂ, പിന്നെ കളർ പൂത്തിരി, പിന്നെ കളറ് പൂത്തിരി മാത്രം പൊട്ടിച്ചു. പിന്നെ 2 മേശപൂത്തിരി. ഇതിലൊന്ന് ഞാൻ പൊട്ടിച്ചോ മേശപൂത്തിരി. ഞാനൊന്നും പൊട്ടിച്ചില്ല. മാലപ്പടക്കണ്ടേന്നു, അത് കഴിഞ്ഞു. അപ്പൊ ഗൈസിന്റെ കൂടെ ഉണങ്ങിക്കണം കേട്ടാ. ഈ കയ്യമ്മ ഞാൻ തലമ്മ തേച്ചിത്തിര. അപ്പൊ അതായി. അപ്പൊ ഗൈസ് ഇനി ഇതൊക്കെ നോക്കിന്റെ മൈലാഞ്ചി കുറച്ച് പോയി. ഇതെങ്ങനെയാ അതെങ്ങനെയാണേ പോയത്? നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഒരു അപ്പൊ എന്താ കാട്ടുക? ഇങ്ങനെ ആക്കണേ. അപ്പൊ നമ്മളിത് കുറച്ച് ചോക്കാൻ ഇതൊക്കെ നാരങ്ങ നീരാക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആക്കും, പക്ഷെ ഇവിടെ നാരങ്ങ നീരാക്കുന്നത്. ഒരു ക്യാമറമാൻ ഇട്ടാണ്ട് ഇത് ഗൈസ്. ഇതിനി ഉണങ്ങിയിട്ട് ഇതാക്കണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇനിയിപ്പോ ഞങ്ങള് സിധുവിൻ്റെ അമ്മക്ക് ചുരിദാർ എടുക്കാൻ പോവാണ് കേട്ടോ. ഒരു കാര്യം കാണിത്തരാം. സെക്കൻഡ് കൈ ഇങ്ങനെയാണ് ഇട്ടത്. പിന്നെ നേർത്തെടുത്തിട്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതൊക്കെ ഇവിടെ കെട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോ ആവാനായിട്ട് ഞങ്ങൾ മുടി ഇട്ടാൻ നിർത്തിയതായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ പോണേ ഉള്ളൂ. അപ്പൊ എന്നാ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് ഈ കടയിൽ നമ്മൾ നാളെ ബിരിയാണിക്കുള്ള ചപ്പൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ, ചുരിദാർ. ഫ്രീ ആയി കണ്ട് മുട്ടായി കൊടുക്കുമെന്നല്ല, മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. 2 പെണ്ണുങ്ങളിരുന്ന് കണ്ട് ഒരു കാക്കനോട് പറഞ്ഞ് ഫ്രീ ആണെന്ന്. ചിലപ്പോൾ അത് ഫ്രീ അല്ലായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തിനോ പോവുകയാണ്. എന്തിനാണ് തൗഫീക്കൊക്കെ പോവുക. ചുരിദാറുടെ ഒരു കൈ കടിക്കണം പോണം തൗഫീക്ക്. ഇവിടെ ഇരുന്ന അപ്പോൾ ഗൈസ് ഞങ്ങൾ ചുരിദാറൊക്കെ വാങ്ങിയിട്ടോ. തൗഫീക്കിൽ തന്നെ കേട്ടോ വാങ്ങിയത്. ഇന്ന് ഞങ്ങൾ 2ാമത്തെ കോട്ടൊക്കെ പോക്കാണ് കേട്ടോ. ആദ്യം നമ്മൾ പോയിരുന്നു എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഫാൻസ് കയറാണ്ടായിരുന്നു. പിന്നെ മാക്സൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ മമ്മക്ക്. അതിനൊക്കെ പോയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഗൈസ് ഏതായാലും നമ്മൾ മുടി എത്ര ഉള്ളൂ. പിന്നെ സിധുക്ക് പനി ആയതുകൊണ്ട് എനിക്ക് സൂചിയൊക്കെ അടിച്ചു കേട്ടോ.
അപ്പോൾ എന്താ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ഇട്ടിരുന്നായിരിക്കും. ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ പെരുന്നാളിൻ്റെ അന്ന് കാണാം.